നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ മീറ്റ് റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുഴയ്ക്കേണ്ട, പരത്തേണ്ട, ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് മീറ്റ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെക്കുക. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായതിനു ശേഷം ഓരോ ചിക്കൻ വീതം ഇട്ട് കൊടുക്കുക. അങ്ങനെ നിരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ 2 സവാള, 6 വെളുത്തുള്ളി, 2 കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി എന്നിവ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ചോപ്പ് ചെയ്ത് 2 സവാള ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണയിലേക്ക്. അതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക. ഇച്ചിരി ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി, എല്ലാ പൊടികളും ഇട്ട് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. 1/2 സ്പൂൺ മസാലപ്പൊടിയും ഇട്ട്. അതിനുശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് നമ്മൾ കല്ലിൽ ചതച്ചാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ആ സമയം കൊണ്ട് നമ്മൾ 3/4 ഗ്ലാസ് മൈദയും 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടെ ഒരു ബൗളിലേക്ക് എടുക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ഇനി അതിലേക്ക് ഒരു മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് അതിൻ്റെ അളവ് നോക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ലൂസായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഈ മാവ് ഇച്ചിരി ലൂസായിരിക്കണം. ഇതേ കൺസിസ്റ്റൻസിയാണ് ആ ബാറ്ററിൻ്റെ. ഇനി നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. അതേപോലെ അടുത്തത് നമ്മൾ ചുട്ടെടുക്കുവാണ്. നൈസായിട്ട് നമ്മൾ ചുട്ടെടുത്തു. അതുപോലെ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ആ മസാലക്കൂട്ടെല്ലാം കൂടി ഈ ചുട്ട് വെച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മടക്കി എടുക്കുവാണ്. അടുത്തതിലും അതുപോലെ നമ്മൾ വെച്ച് മടക്കി കൊടുക്കുക. എനിക്ക് അത് പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ റോൾ ചെയ്ത് വെച്ച് അത് നമ്മളൊരു മുട്ട ഇവിടെ പതപ്പിച്ച് വെച്ചിരുന്നു. അതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം 4 ബ്രെഡ് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മുക്കിയെടുക്കുകയാണ്. ഇതേപോലെ എടുത്തു വെക്കാം. അടുത്തതും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം എടുത്ത് ഇതിനി നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിൽ ഇരിക്കുന്ന എല്ലാം നല്ലപോലെ വെന്തതായതുകൊണ്ട് നമ്മൾ പുറമേ ഒന്ന് ഈ ബ്രൗൺ നിറമാകുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും. അങ്ങനെ ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിഞ്ഞ് എടുക്കുക. മീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇച്ചിരി തണുത്തതിന് ശേഷം ഉപയോഗിക്കുക. നല്ല സോഫ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം.